കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. കർത്താവ്, വിദേശത്തൊക്കെ പോകാൻ വേണ്ടി ഒരുങ്ങുന്ന ആൾക്കാരുണ്ട്. പലതരത്തിലുള്ള ഇൻ്റർവ്യൂവിനൊക്കെ പോയിട്ട് ചിലയിടത്ത് തോക്കും, ചിലയിടത്ത് കാശ് കൊടുക്കും, ചിലയിടത്ത് ഒരു അംബിഗസായിട്ട് വരും. നടക്കുമോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ പാടില്ലാത്തൊരു കൺഫ്യൂഷനുള്ള ആൾക്കാരുണ്ട്. അവിടെ കൺഫ്യൂഷൻ എല്ലാം മാറ്റണേ. പ്രഭാതത്തിൽ അങ്ങോട്ട് നാം വിളിച്ചപേക്ഷിക്കുന്ന അങ്ങയുടെ മക്കളുടെ മേൽ അവിടെ കണ്ണുനീര്, ഞാൻ നിൻ്റെ കണ്ണുനീരെല്ലാം കുപ്പിയിലാക്കി വെച്ചിരിക്കണമെന്ന് പറഞ്ഞില്ലേ. ഞാൻ നിന്നെ എൻ്റെ കൈവെള്ളയിൽ കാർവ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞില്ലേ. കർത്താവേ, നീ ഞങ്ങളോട് കാണിക്കുന്ന കരുണയും കരുതലുമാണത്. വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുമ്പോഴോ കർത്താവേ, നിൻ്റെ ചിറകളുടെ ഉള്ളിൽ ഞാൻ അഭയം പ്രാപിക്കുന്നു എന്ന് സങ്കീർത്തനോട് ചേർന്നുകൊണ്ട് കഷ്ടകാലങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളെ കൈവെള്ളയിൽ അങ്ങ് സൂക്ഷിക്കുന്നവർ നന്ദി പറയുന്നു. ഇപ്പോൾ ഞങ്ങൾ കയ്യിലെടുത്തിരിക്കുന്ന രേഖകൾ ഞങ്ങൾ ജീവിതമാർഗം കണ്ടെത്തുന്ന ഓരോ തൊഴിലിടങ്ങൾ, ഞങ്ങളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്, എന്തിനു വേണ്ടിയാണ് നിൽക്കുന്നത്, ആ അനുഗ്രഹ സ്ഥലങ്ങളെ ഇപ്പോൾ നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഉപയോഗിക്കുന്ന ജീവിതമാർഗത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന തൊഴിലിടങ്ങളെ നീ ആശീർവദിക്കണം. അതിൻ്റെ രേഖകളെ, ചിലപ്പോൾ നമ്പർ കിട്ടാത്തവരുണ്ടാകാം, നമ്പർ അതിനെ അപേക്ഷിക്കുന്നവരുണ്ടാകാം. ഏതെല്ലാം തരത്തിൽ ഏതെല്ലാം രേഖകളാണ് വേണ്ടത്, ആ രേഖകൾക്കെല്ലാം നിലവിലുള്ള ദോഷങ്ങളെ, തടസ്സങ്ങളെ, കിട്ടാനുള്ള തടസ്സങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിൻ്റെ വാഹനങ്ങളെ ഞാൻ ആശീർവദിക്കുന്നു. നീ ഉപയോഗിക്കുന്ന വഴി, നീ പോകുന്ന വഴികളെ ഞാൻ ആശീർവദിക്കുന്നു. നിൻ്റെ വാഹനത്തിൻ്റെ, നീ ഹയർ ചെയ്ത വാഹനമായാലും, വാടകയ്ക്കെടുത്ത വാഹനമായാലും, ടാക്സി എടുത്ത വാഹനമായാലും, ഗവൺമെൻറ് വാഹനങ്ങളായാലും, അതെല്ലാം നീ സഞ്ചരിക്കുമ്പോൾ കർത്താവിൻ്റെ നാമത്തിൽ സംരക്ഷിക്കപ്പെടട്ടെ. ആ വാഹനത്തിന് കുറുകയും നെടുകയും പോകുന്ന മറ്റു വാഹനങ്ങളും തട്ടിപ്പിടി അപകടം ഉണ്ടാകാതിരിക്കാൻ അവൻ നിന്നെ തൻ്റെ തൂവലുകൾക്കുള്ളിൽ മറച്ചുകൊള്ളുമെന്ന് പറഞ്ഞ നിൻ്റെ പാദങ്ങൾ കല്ലിൽ തട്ടാതിരിക്കാൻ ദൂതന് കൽപ്പിക്കുന്നതാണ് ചെയ്ത സംരക്ഷണത്തിൻ്റെ ദൈവം കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും ആശ്വസിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ. എന്നുവെച്ചാൽ ആ വസ്തു വിറ്റ ഓക്കെയാണ്, തീർന്ന പരിപാടി. ഇപ്പം അനില അങ്ങനെയല്ല പറയണത്. അനില ഉടമ്പടി എടുത്തുമ്പോൾ ആദ്യം ഞാൻ 90 ദിവസത്തെ പരിപാടിയല്ലേ ഉള്ളൂ. 90 ദിവസം കഴിയുമ്പോൾ പിന്നെ ആ റിലേഷൻ എനിക്ക് പഴയതുപോലെ ആകാവില്ല എന്ന് വിചാരിക്കും. ഇത് അനില മാത്രമല്ല, എല്ലാവരുടെ മനസ്സിലുമുള്ള ഒരു മനസ്സിരിപ്പാണ്. 90 ദിവസത്തെ പരിപാടിയിലേ ഉള്ളൂ, ജയിച്ചാലും തോറ്റാലും നമുക്ക് പുറത്തു വരാനില്ല എന്ന് പറ്റും. പക്ഷെ 90 ദിവസത്തെ പരിപാടി അല്ല ഇത്. സത്യസന്ധമായിട്ട് ദൈവത്തെയാണ് നീ അന്വേഷിക്കണമെങ്കിൽ ഇത് ലൈഫ് ലോങ് ആയിട്ടുള്ള കമ്മിറ്റ്മെൻറ്റാണ്. എന്താ കാര്യം? ഈ ദൈവസ്നേഹം എന്ന് പറഞ്ഞ് എന്തുമാത്രം ഉണ്ടെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. പൗലോസ് ഈ ദൈവസ്നേഹം അനുഭവിച്ചിട്ട് പറഞ്ഞത്, ഈ ആപത്ത് വന്നാലും ഐ ഡോണ്ട് മൈൻഡ് എന്ന് പറയും, നഷ്ടം വന്നാലും ഐ ഡോണ്ട് മൈൻഡ്. കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആർക്ക് എന്നെ വേർപെടുത്താൻ കഴിയും? ആ ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. 8:35 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, നന്ദി, നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. റോമ 8:35. റോമ 8:35. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ, നിങ്ങൾ ഓർക്കും ഇതെല്ലാമാണ് സാധാരണഗതിയിൽ ദൈവത്തെ മനുഷ്യനിൽ നിന്ന് വേർപെടുത്തുന്നത്. ദൈവത്തെ മനുഷ്യനിൽ നിന്ന് വേർപെടുത്തുന്നതും മനുഷ്യനെ നിരീശ്വരന്മാരാക്കുന്ന സാധനമാണ് ഇതെല്ലാം.
ഈ നിരീശ്വരവാദം വന്നതെങ്ങനെ ഇവിടെ? ഇതുപോലെയുള്ള നെഗറ്റീവ് എക്സ്പീരിയൻസ് ആൾക്കാർക്ക് ഉണ്ടാകുമ്പോഴാണ് ഇത് വരുന്നത്. എന്തൊക്കെയുണ്ട്? ഈ നിരീശ്വരവാദമോ അല്ലെങ്കിൽ ഈശ്വര വിശ്വാസക്കുറവോ വിശ്വാസ അപാചയം വരണ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയേ, ഒന്ന് വായിച്ച്. ക്ലേശങ്ങൾ വരുമ്പോൾ വിശ്വാസം തന്നു പോകും ശരിക്കും. അപ്പോൾ അത് അധർമ്മം വർദ്ധിക്കുമ്പോൾ, ക്ലേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലതും കൊണ്ടും ഉണ്ടാകല്ല, അധർമ്മം കൊണ്ടും ഉണ്ടാകാം. അധർമ്മം വർദ്ധിക്കുമ്പോൾ, ധർമ്മം വർദ്ധിക്കുമ്പോൾ ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന ആരാധന യേശുവേ ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ എന്നെ കുരിശോളം വലുതാക്കണേ നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ എന്നെ കുരിശോളം വലുതാക്കണേ നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. മത്തായി 24:12. മത്തായി 24:12. അധർമ്മം വർദ്ധിക്കുന്നതിനാൽ അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തു പോകും. സ്നേഹം തണുത്തു പോകും. പലരുടെയും എന്നല്ല, എല്ലാവരുടെയും എന്ന് പറഞ്ഞിട്ടില്ലേ? ചില അപ്പാവികളുടെ ദൈവസ്നേഹമാണ് തണുത്തു പോണത്. അപ്പോൾ ഇതാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ട സംഭവം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് അധർമ്മം വർദ്ധിക്കും. അധർമ്മം എന്ന് പറയണ ഇപ്പോൾ തന്നെ ഉദാഹരണത്തിന് പല വീടുകളിൽ അധർമ്മം അനുഭവിക്കുന്നത് ഒത്തിരി പേരുണ്ട്. അധർമ്മം അനുഭവിക്കുന്നവരുണ്ട്. കാര്യം വീടുകളിൽ പലതരത്തിലുള്ള അധർമ്മം വരും. ചിലപ്പോൾ മൂത്ത മകന് ഓടായിരിക്കും ഈ അപ്പനും അമ്മയ്ക്കൊക്കെ സ്നേഹം. അപ്പോൾ ഇളയവന് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പാഴ്സൽ ചെയ്യാൻ അവർ നോക്കും. ചിലപ്പോൾ മൂത്ത മരുമകൾ വന്നിട്ട് ഇവരെല്ലാത്തിനെയും കയ്യിലെടുക്കും. അപ്പനെയും അമ്മനെയൊക്കെ അവർ പാക്ക് ചെയ്യും. ഇളയ മരുമകൾക്ക് അത്രയും ചാതുര്യം ഉണ്ടാകത്തില്ല. അവർ നീതി ബോധമായിട്ട് ജീവിക്കണമെങ്കിൽ ആൾക്കാരെ സോപ്പിടാനെന്ന് അറിയാൻ പറ്റത്തില്ല. ഇത് ഇപ്പോൾ സോപ്പിടുന്നതിൻ്റെ കൂടെ അവർ സോപ്പിട്ട് പതപ്പിച്ച് ഈ ആൾക്കാരെയും കൊണ്ട് പോകും. അപ്പോൾ അവരുടെ സ്വത്തും മകവും കാര്യങ്ങളെല്ലാം അവർ സോപ്പിട്ടെടുത്ത ആൾക്കാരുടെ കിട്ടും. അപ്പോൾ ഇവർക്ക് ചിലപ്പോൾ കുഞ്ഞിനൊരു ഉടുപ്പ് മേടിച്ചു കൊടുക്കാൻ പോലും ചില സമയത്ത് കഷ്ടപ്പെടും. ഇവരുടെ കാര്യത്തിലാണെങ്കിൽ ആരും കുഞ്ഞ് ഉടുപ്പുണ്ടാ, ക്രിസ്മസ് അല്ലേ വരണത്, അങ്ങനെ ഒന്നും ഈ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ അപ്പനും അമ്മയും ചോദിക്കത്തില്ല. പക്ഷേ അവരുടെ മക്കളുടെ അവർക്കിഷ്ടമുള്ള മക്കളുടെ കാര്യത്തിൽ ചോദിക്കാൻ നമുക്ക് കേൾക്കുകയും ചെയ്യും. അപ്പോഴിവർ വന്നിരുന്നുകൊണ്ട് നമ്മുടെ മുമ്പിൽ കൊന്തയിലും പറയും, ഈ പന്നി കൊന്തയിലിട്ട് വല്ല കാര്യമുണ്ടായി, ഇവരുടെ കയ്യിരിപ്പ് ഇത്രയും മോശമില്ല, അധർമ്മം വർദ്ധിക്കണില്ലേ വീട്ടിൽ. മനസ്സിലായില്ലേ? ഇപ്പം അമ്മച്ചിക്ക് മൂത്ത മകളോടാ അല്ലെങ്കിൽ മരുമകളോടാണ് ഇഷ്ടം. അപ്പോൾ അവരിവരുടെ സ്വത്തെല്ലാം അവിടെ കൊടുക്കുക. ഇവരെ കേൾപ്പിച്ചുകൊണ്ട് തന്നെ അവർക്ക് കുഞ്ഞുങ്ങൾക്ക് ഇന്ന് ക്രിസ്മസ് പറഞ്ഞതല്ലേ, അത് മേടിക്കേണ്ടതല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇതുങ്ങൾ ചോദിക്കും, ദൈവമേ നമ്മൾ ഈ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്, നമ്മുടെ കാര്യം ചോദിക്കാൻ ആരും ഇല്ലല്ലോ എന്ന് പറയും. എന്നിട്ട് ആ വല്യമ്മ തള്ളേനെ ഇവിടെ വന്നു വെച്ചാൽ പ്രാർത്ഥിക്കാൻ പാ എന്ന് വിളിക്കണത്. പിന്നെ ഇവർ വിളിച്ചാൽ പന്നി പോകുമെന്ന് പറയും. അധർമ്മം വർദ്ധിക്കുന്നതാണ് വീട്ടിലെ. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകും. എന്തെങ്കിലും ഉണ്ടാകണം മക്കളെ, എന്തെങ്കിലും ഉണ്ടായില്ലെങ്കിൽ നിങ്ങളുണ്ടാകത്തില്ല. മനസ്സിലായില്ലേ? എന്തെങ്കിലും കുടുംബത്തിലുണ്ടാകണം ഇതുപോലെയുള്ള വിഷയങ്ങൾ. എന്തെങ്കിലും ഉണ്ടായില്ലെങ്കിൽ നിങ്ങളുണ്ടാകത്തില്ല. എന്ന് വെച്ചാൽ എന്താണ്? നിങ്ങൾ ദൈവത്തിരുസന്നിധിയിലുണ്ടാകത്തില്ല. അതാണ് വിഷയം. അപ്പം അധർമ്മം വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള ഓട്ടോമാറ്റിക് പ്രോസസ്സ് എന്താ പറയണത്? 24:10 എന്താ പറയണത്? സ്നേഹം തണുത്ത് പോകും. പക്ഷെ അതൊരു ടെസ്റ്റാണ്. നിങ്ങളുടെ സ്നേഹം തണുത്ത് പോണതാണോ എന്നറിയാൻ വേണ്ടി ദൈവം ചിലപ്പോൾ ഈ വലിയമ്മ തള്ളയെ വെച്ചുകൊണ്ട് നിങ്ങളെ ടെസ്റ്റ് ചെയ്യണതായിരിക്കും. ചിലപ്പോൾ മരുമക്കളെ വെച്ചുകൊണ്ട് ടെസ്റ്റ് ചെയ്യും. വലിയമ്മ തള്ള പിള്ളേർക്ക് കയറേണ്ട കാര്യമില്ല. അതിനേക്കാളും വലിയ ബെസ്റ്റല്ലേ മരുമക്കൾ വന്ന് ലാൻഡ് ചെയ്യണവരെ. അപ്പോൾ ഇവർ ഓരോരുത്തർക്ക് നമ്മൾ നോക്കുമ്പോൾ ആകപ്പാടെ ഒരു പെശകാണ്. പ്രാർത്ഥന വേറെ, പ്രവർത്തനം വേറെയാണ് കുടുംബത്തിൽ. അത് കാരണം പ്രാർത്ഥനയ്ക്ക് നമുക്ക് വിശ്വാസമില്ല.
ഇളയ മരുകൾ എന്തിനാണ് കൊച്ചിനെയും കൊണ്ട് പ്രാർത്ഥിക്കാൻ നടക്കുന്ന സമയത്ത് കൊച്ചിനെ നുള്ളി നോവിച്ച് നിലവിളിപ്പിച്ച് എന്തിനാണ് അവൾ പുറത്തു പോണത്? അവൾക്ക് ഇതിനോട് പ്രതിഷേധമാണ്. ഇളയ മരുമകളെ ആ കൊച്ചിനെ ഇങ്ങനെ പാല് കൊടുത്ത് വെറുതെ പുറകെ കിടന്ന കൊച്ചിനെ എടുത്ത് നുള്ളു ഇരുട്ടത്ത് വെച്ചോണ്ട് അവരുടെ കാന്ന് പറഞ്ഞാൽ നിലവിളിക്കും. ഉടനെ ഓരോരോ ഇവൾ ചാടി പുറത്ത് വീഴും. അവളുടെ മനസ്സിരിക്കണത് എന്തിനാണ്? ഈ പണ്ടാരത്തിലൂടെ പ്രാർത്ഥിക്കണ നല്ലത് ഒറ്റക്ക് പ്രാർത്ഥിക്കണമെന്ന് വിചാരിക്കും. അധർമ്മം വർദ്ധിക്കുന്നുണ്ട, അത് വർദ്ധിപ്പ് ദൈവസ്നേഹം തണുത്തു പോവുകയാണ്. ഇത് കുറേ മനുഷ്യരുടെ പ്രശ്നമാണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ പല ദൈവസ്നേഹവും അളക്കണതും തൂക്കണതും അത് വെരിഫൈ ചെയ്യണതെല്ലാം വീട്ടിലുണ്ടാകുന്ന ചില ചിലവർ ഇവരെന്തിനാ കുർബാന സ്വീകരിക്കണത്? ഇവർ വീട്ടിൽ വന്ന് കാണിക്കുന്ന കാട്ടായം കണ്ടു കഴിഞ്ഞാൽ ദൈവം പോലും ആ നാട്ടിൽ നിന്ന് ഓടിക്കളയെന്ന് പറയും. കാര്യം ശരിയാണ്. അതുകൊണ്ട് തന്നെയാണ് പല ആൾക്കാരുടെയും വിശ്വാസം തണുത്തു പോയിരിക്കുന്നത്. വീട്ടിൽ കാണിക്കുന്ന അപ്പം നിങ്ങൾ ഉടമ്പടിയിലാകുമ്പോൾ എപ്പോഴും വിഷയം എന്ന് വെച്ചാൽ ഉടമ്പടിയിലൊരു വാക്കുണ്ട്, യശ്രൂം. കഴിഞ്ഞ ദിവസങ്ങളിലെ ജോസ്നയുടെ സാക്ഷ്യങ്ങളാണത് ഞാൻ കണ്ടത്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ മെഡിക്കലിൽ നിൽക്കുകയാണ്. ആദ്യത്തെ മെഡിക്കൽ പൊട്ടിപ്പോയി, നടുവ് വളഞ്ഞിരിക്കുകയാണ്, എല്ല് വളഞ്ഞിരിക്കുകയാണ്, പൊട്ടിപ്പോയി. ആ പൊട്ടിയ വളഞ്ഞ നടുവെല്ലും കൊണ്ട് തന്നെ വീണ്ടും മെഡിക്കലിൽ നിൽക്കുമ്പോൾ കർത്താവ് അവളോട് കുറേ വാക്കുകൾ പറയും. കർത്താവിനോട് അവൾ ആദ്യം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജീസസ്, ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ലാസ്റ്റ് ഓപ്ഷനിൽ നിൽക്കുകയാണ്. ചിലപ്പോൾ ഞാൻ കയറിപ്പോവും, ചിലപ്പോൾ ഞാൻ വീണു പോകും. ഒരു കാര്യം നമ്മളൊരു ധാരണ വേണം, ഞാൻ തോറ്റാലും വീണാലും നമ്മൾ തമ്മിലുള്ള സ്നേഹത്തിന് യാതൊരു ഉടച്ചിലും ഉണ്ടാകത്തില്ല, ഒരു പോറൽ പോലും ഏൽക്കത്തില്ലെന്ന് പറയും. അപ്പോഴുടനെ പരിശുദ്ധാത്മാവ് ഇവിടെ നാവിലേക്ക് പറയും, ഭയങ്കര ഒരു വചനം കൊടുക്കും, അഭിഷേക വചനമെന്ന് പറയും. അത് ഈ ജീവിതത്തിൽ 1-2 അഭിഷേക വചനങ്ങളെങ്കിലും നമുക്ക് കിട്ടണം. എന്നുവെച്ചാൽ അഭിഷേകം വെച്ച് കഴിഞ്ഞാൽ ഡേഞ്ചറസ് പോയിന്റിൽ ദൈവം നൽകുന്ന ഒരു കൈ ഇങ്ങനെ നീളുക. ഇപ്പം നമ്മൾ ചെളിയിൽ മുങ്ങിപ്പോവുകയാണെന്ന് വിചാരിച്ചോ, നമ്മുടെ ചുറ്റും ആരുമില്ല, അപ്പോഴാണ് ഒരു കൈ നീണ്ട് വന്നതെന്നുണ്ടെങ്കിൽ ആ കൈയൊക്കെ നമ്മൾ പിടിക്കത്തില്ലേ? അതുപോലെയാണ് ഈ അഭിഷേക വചനത്തിൻ്റെ സംഭവം. ഇവളുടെ സത്യസന്ധത ഡിക്ലെയർ ചെയ്ത്, എന്താണ്, എൻ്റെ നടുവെല്ല് വളഞ്ഞിരിക്കണമെന്ന് എനിക്കറിയാം, അപ്പം ഞാൻ മെഡിക്കലിന് തോക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ അങ്ങനെ തോറ്റാലും ഒരു കാര്യം സത്യമാണെന്ന് എനിക്കറിയാം, എന്താണ്, നമ്മളുടെ റിലേഷന് ഒരിക്കലും ഒരു ഉടച്ചിൽ വരുത്തില്ലെന്ന് പറയും. എൻ്റെ പേര് നിഷ കുര്യൻ. ഞാൻ കോലഞ്ചേരിയിൽ നിന്ന് വരുന്നു. എനിക്ക് 43 വയസ്സുണ്ട്. എനിക്ക് 3 പെൺകുട്ടികളാണ്. ഒരാൾ അനസ്തേഷ്യയ്ക്ക് ബാംഗ്ലൂരിൽ പഠിക്കുന്നു, രണ്ടാമത്തെ ആൾ നഴ്സിങ്ങിന് ബാംഗ്ലൂരിൽ പഠിക്കുന്നു, മൂന്നാമത്തെ മകൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ആ മൂന്നാമത്തെ മകൾ ഏഞ്ചലീന കുര്യൻ, അവൾ ഭയങ്കര ദേഷ്യക്കാരിയായിരുന്നു. അവൾക്ക് ഭയങ്കര ദേഷ്യവും അരിശവും ഭയങ്കര ഉപദ്രവവും ആയിരുന്നു. അവളുടെ അടുത്ത് നിൽക്കാൻ പോലും നമുക്ക് സാധിക്കുമായിരുന്നില്ല. നിസ്സാര കാര്യത്തിന് പോലും അവൾ ഉപദ്രവിക്കുകയും ദേഷ്യപ്പെടുകയും ചെയ്യുമായിരുന്നു. നമ്മൾക്ക് സഹിക്കാവുന്നതിലും ഉൾക്കൊള്ളാവുന്നതിലും അപ്പുറമായിരുന്നു അവളുടെ കാര്യങ്ങൾ. ഞാനിവിടെ ആകെ വിഷമിച്ച് എന്തെന്നറിയാതെ ആകെ പതറി, ആരോട് പറയും, എന്ത് ചെയ്യും, ആരോട് പറഞ്ഞാൽ ആളുകൾ എങ്ങനെ എടുക്കും, എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ വിഷമിച്ചിരുന്ന സമയത്താണ് എൻ്റെ മകളുടെ കൂട്ടുകാരി പറയുകയും ഞാനിവിടെ ആദ്യമായി കേൾക്കുകയും ആദ്യമായി അന്വേഷിച്ച് വരികയും ചെയ്തു. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് എഴുതിയിട്ടു, പിന്നെയും വന്ന് പുതുക്കി, പിന്നെ ആ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവൾ ഇപ്പോൾ മിടുക്കിയായി, നല്ല ശാന്തയായി, അവൾ നല്ല സൗമ്യമായി ഇരിക്കുന്നു. പിന്നെ അവൾ വാതിലടച്ച് കുറ്റിയിട്ട് മുറിക്കകത്തിരിക്കുകയായിരുന്നു. നമ്മൾക്കൊരു സാധനം ആ മുറിയിൽ നിന്ന് എടുക്കാൻ സാധിക്കുമായിരുന്നില്ല. എത്ര പറഞ്ഞാലും അവൾ തുറക്കുമായിരുന്നില്ല. ഭയങ്കര ദേഷ്യവും നിസ്സാര കാര്യത്തിന് ഭയങ്കര അരിശവും ഉപദ്രവവും ആകെ അമ്മയായ എനിക്ക് ഉൾക്കൊള്ളാവുന്നതിലും അപ്പുറമായിരുന്നു അവളുടെ കാര്യങ്ങൾ.
ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു, ഉടമ്പടി എടുത്തു, അത് പുതുക്കിയിട്ടതിൻ്റെ ഫലമായി ആ മകൾ ഇന്ന് സൗമ്യമായി ശാന്തമായി അവൾ ഇരിക്കുന്നു. ഉപ്പ് അവൾ സ്കൂളിൽ പോകുമ്പോൾ അത് അവൾ കാണാതെ വേഗം കണ്ടു കഴിഞ്ഞാൽ അവൾ പ്രശ്നമാകും, എന്നെ ഉപദ്രവിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷെ വേഗം ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി അതിരാവിലെ ഉണർന്ന് ഞാൻ അവളുടെ ചോറിൽ ആ ഇവിടുത്തെ വെഞ്ചരിച്ച ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി ഇട്ട് കൊടുക്കുമായിരുന്നു. പിന്നെ അവളുടെ അടുത്തേക്ക് എനിക്ക് ചെല്ലാൻ സാധിക്കുമായിരുന്നില്ല. എൻ്റെ അമ്മ അവളുടെ അടുത്ത് ചെന്ന് അവളെ ശാന്തയാക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അവൾ കിടക്കുന്ന കട്ടിലിൻ്റെ കാലുകളിൽ ഞാൻ 4 കാലുകളിലും ഇവിടുത്തെ തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി അത് കുരിശു വരച്ചു. ആ മകൾ ഇന്ന് ശാന്തമായി പഠിക്കുന്നു, ശാന്തമായി അനുസരണയോടെ ആ മകൾ വളരുന്നു. ദൈവത്തിനും തിരുകുമാരനും എൻ്റെ അമ്മയ്ക്കും 1000 അല്ല കോടി ആയിരം തുതിയും പറയുന്നു. നമ്മൾക്ക് സാധിക്കാത്ത കാര്യങ്ങൾ ഇന്നിത് കേൾക്കുന്ന ആരും മക്കളെ ചൊല്ലിയും എന്തിനെ ചൊല്ലിയും ആര് വിഷമിക്കുന്നുവോ എല്ലാത്തിനും പരിഹാരം ഇവിടെയുണ്ട്. നമ്മൾ എന്തിനെ ചൊല്ലി വിഷമിക്കുന്നു, പരിഹാരം എന്തെന്ന് നമ്മൾ വിഷമിച്ചിരിക്കേണ്ട, എല്ലാത്തിനും പരിഹാരം ഇവിടെ തന്നെയുണ്ട്. അതുപോലെ തന്നെ എൻ്റെ അനസ്തേഷ്യയ്ക്ക് പഠിക്കുന്ന മകൾ പറഞ്ഞു, മമ്മി എൻ്റെ പരീക്ഷ 5ഉം എനിക്ക് ഭയങ്കര പാടായിരുന്നു, എനിക്ക് ഒന്നും എഴുതാൻ സാധിച്ചില്ല, ഞാൻ തോൽക്കും, എനിക്ക് പിന്നെയും വർഷങ്ങൾ വേണ്ടി വരും, എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആ മകൾ ഏങ്ങലടിച്ച് നൊലോളിച്ച് എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു, മോളെ ഒന്നുകൊണ്ടും കരയണ്ട, വിഷമിക്കണ്ട, നീ ധൈര്യമായിട്ടിരുന്നോ, നിൻ്റെ പരീക്ഷാ പേപ്പർ നോക്കുന്നത് അമ്മയാണ്, ആ അമ്മ നിനക്ക് മാർക്കിട്ട് തരും, നീ ജയിച്ചോളും എന്ന് പറഞ്ഞു. ഞാൻ വിശ്വസിച്ചിരുന്നു. മകൾ സങ്കടപ്പെട്ട് കരയുമെങ്കിലും ഞാൻ വിശ്വസിച്ചു എൻ്റെ അമ്മ അവളെ ജയിപ്പിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. അവൾ ജയിച്ചു. അവൾ ഫസ്റ്റ് ക്ലാസ്സോടുകൂടി അനസ്തേഷ്യ അവൾ പാസ്സായി. ഇന്ന് അവൾ ILTC പരീക്ഷ എഴുതിയിരിക്കുന്നു. അവൾ അതും ജയിച്ച് അത് പറയാനായി അവൾ അടുത്ത ദിവസം തന്നെ ഇവിടെ വരുന്നുണ്ട്. അതുപോലെ രണ്ടാമത്തെ മകൾക്കും നഴ്സിംഗ് പഠിക്കാൻ ഇഷ്ടമില്ലായിരുന്നു. പക്ഷേ അവളെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി പഠിക്കാനായി അയച്ചു. അവൾ പഠിക്കുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ല, എങ്കിലും ഇന്നത്തെ കാലത്ത് അതിനാണല്ലോ ജോലി സാധ്യത എന്ന് വിചാരിച്ച് ഞാൻ അവളെ പഠിക്കാൻ അയച്ചു. അവൾ പഠിച്ചു. അവളും ഫസ്റ്റ് ക്ലാസ്സോടുകൂടി ഫസ്റ്റും സെക്കൻഡ് ഇയറും ഫസ്റ്റ് ക്ലാസ്സോടുകൂടി ആ മകളും പാസ്സായി. ഇന്ന് വളരെയധികം സന്തോഷത്തോടെ സമാധാനത്തോടെ എനിക്ക് ഇവിടെ നിൽക്കുവാൻ സാധിക്കുന്നു. പിന്നെ എനിക്കൊരു വണ്ടി മേടിക്കണം, ഒരു കാറ് വാങ്ങിക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന് ഹസ്ബൻഡോ പപ്പയോ വീട്ടുകാരോ ആരും സമ്മതിക്കില്ല. പക്ഷെ എനിക്ക് നല്ല ആഗ്രഹമായിരുന്നു, ഒരു വണ്ടി വേണം, എവിടെയെങ്കിലും പോകുവാൻ ഒരു വണ്ടി വേണം. പക്ഷെ എന്നെക്കൊണ്ട് തന്നെ സാധിക്കില്ല, എനിക്ക് വണ്ടിയെക്കുറിച്ച് ഒന്നും അറിയില്ല, ആരോട് പറയും, ആരും പറഞ്ഞിട്ട് അത് ഗൗനിക്കുന്നില്ല. പക്ഷേ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് തിരിച്ചു പോയി ബസ്സിൽ കയറി കമ്പിയിൽ പിടിച്ചില്ല. അപ്പോൾ തന്നെ എൻ്റെ സഹോദരൻ്റെ മകൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആൻറ്റി ഇന്ന സ്ഥലത്ത് വണ്ടി കിടപ്പുണ്ട്, നമ്മൾക്കത് മേടിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമേ നാളെ അത് എനിക്ക് ആ വണ്ടി കണ്ട് ഇഷ്ടപ്പെട്ടാൽ അഡ്വാൻസ് കൊടുക്കാൻ പൈസ ഇല്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഞാൻ പലരോടും ചോദിച്ചപ്പോൾ അവർ നോക്കാമെന്ന് വിചാരിച്ചു. 5000 രൂപ അഡ്വാൻസ് കൊടുക്കാൻ ഞാൻ എൻ്റെ മനസ്സിൽ ഉദ്ദേശിച്ചു. 9000 രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് പരിൽ നിന്നായി എനിക്ക് വന്നു ചേർന്നു. എല്ലാം അത്ഭുതം. അതിലെല്ലാം ഉപരി പൈസ ഇല്ലല്ലോ, ഇന്ന കാര്യത്തിന് പൈസ ഇല്ലല്ലോ, എന്ത് ചെയ്യുമെന്ന് വിഷമിച്ചിരിക്കുമ്പോഴേക്കും ആ സമയമാകുമ്പോഴത്തേനും ആവശ്യത്തിലധികം പൈസ നമ്മളിലേക്ക് വന്നു ചേരും. അതുപോലെ തന്നെ എൻ്റെ അപ്പച്ചൻ കോൺട്രാക്ടറാണ്. 1 കോടിയിലധികം രൂപ മുടക്കി വർക്ക് ചെയ്തു. ആ ബില്ല് 6 മാസമായിട്ടും പാസ്സാകുന്നില്ല. വളരെയധികം വിഷമിച്ചു. കൊടുക്കാനുള്ളവർക്ക് കൊടുക്കണം, ആകെ വിഷമിച്ചു. എന്തെന്നറിയാത്ത പണി കഴിഞ്ഞാൽ 1 മാസം കൊണ്ടൊക്കെ പാസ്സാകുന്ന ബില്ലുകൾ 6 മാസമായിട്ടും പാസ്സായില്ല. ഞങ്ങളെല്ലാം ഒരേ കുടുംബത്തെയും അപ്പച്ചനെ ആശ്രയിച്ച് കഴിയുന്ന ഒത്തിരി കുടുംബങ്ങളെ അത് വല്ലാതെ വിഷമിച്ചു. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു, പ്രാർത്ഥിച്ചു, തിരിച്ചു പോയി. 20 ദിവസത്തിനകം അപ്പച്ചൻ്റെ 1 കോടിയിലധികം രൂപയുടെ ബില്ലുകൾ പാസ്സായി. ഇതെല്ലാം അമ്മയുടെ അത്ഭുതം എന്നേ പറയൂ. നമ്മളിൽ അസാധ്യമായതാണ് അമ്മയ്ക്കും തിരുകുമാറിനും ഇന്ന്. പിന്നെ എനിക്കൊരു വണ്ടി ഓടിച്ചു പഠിക്കണം. 2 വീലർ ഞാൻ ഓടിക്കും, പക്ഷേ എനിക്കൊരു കാർ ഓടിച്ചു പഠിക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനത് പഠിച്ചു, വണ്ടി ഓടിച്ചു പഠിച്ചു. പക്ഷേ ടെസ്റ്റിന് പോകുമ്പോൾ നമ്മൾ എച്ചെടുത്ത് കാണിക്കണമല്ലോ. അതെടുത്ത് പഠിക്കാനായി 7 പ്രാവശ്യം ഞാൻ ഗ്രൗണ്ടിൽ ചെന്നിട്ടും എനിക്കത് സാധിക്കില്ലായിരുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ച ഞാൻ ഇവിടെ വന്ന് അമ്മയോട് പ്രാർത്ഥിച്ചു,
അമ്മേ, ഈ മകൾക്ക് ഒട്ടും ബുദ്ധിയില്ല, ഓർമ്മയില്ല, യാതൊരു കഴിവോ ഒന്നുമില്ല. 0 ആയ മകളെ ഹീറോ ആക്കാൻ അമ്മയ്ക്ക് സാധിക്കും. അമ്മ എന്ന വിജയശ്രീലാളിതയായി വീണ്ടും ഈ സാക്ഷ്യം പറയാൻ എന്നെ നിർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ ഗ്രൗണ്ടിൽ വെച്ചെടുക്കുമ്പോഴൊന്നും എനിക്ക് ശരിയായില്ല. ടെസ്റ്റിന് ഡേറ്റ് കിട്ടി, ഞാൻ പോയി. അതിനു മുമ്പ് റിഹേഴ്സൽ നടത്തുമല്ലോ, 4 പ്രാവശ്യം ട്രയൽ നടത്തിയിട്ടും എനിക്ക് കിട്ടിയില്ല. പക്ഷേ ഞാൻ നല്ല ധൈര്യത്തോടെ ഇരുന്നു. അമ്മയുടെ മടിയിലിരുന്നാണ് ഞാൻ വണ്ടി ഓടിക്കുന്നത്. എനിക്കത് കിട്ടുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. പക്ഷേ എനിക്ക് ട്രയൽ 4 പ്രാവശ്യം കിട്ടാതെ ആയപ്പോൾ എന്നെ പഠിപ്പിച്ച സാറിന് വിഷമമായി. ഞാനൊരു ചായയൊക്കെ കുടിച്ച് നല്ല ഊഷ്മളവതിയായി നല്ല സന്തോഷത്തോടെ വന്നിരുന്നു. കാരണം എനിക്കത് കിട്ടും, ഞാനിവിടെ സാക്ഷ്യം പറയാനുള്ളതാണ്, എന്നെ അതിന് അമ്മ പ്രാപ്തയാക്കും. എനിക്കെനി നല്ല ഉറച്ച ബോധ്യത്തോടു കൂടി ഞാൻ അതെടുത്തു. മിടുക്കിയായി ഞാൻ ആ ടെസ്റ്റ് പാസ്സായി. എൻ്റെ സാറ് പറയുകയുണ്ടായി, നല്ല എക്സ്പീരിയൻസ് പോലും എടുക്കാത്ത ആൾ എടുത്തതുപോലെയാണല്ലോ നിഷ മാഡം എടുത്തത് എന്ന് പറയുകയുണ്ടായി. അങ്ങനെ വളരെയധികം നന്ദി.